ദേവാസുര എന്ന ചിത്രത്തിലെ നെപ്പോളിയൻ, ചിത്ര, മോഹൻലാൽ ഇവര് 3 പേരുമായിട്ടുള്ള ഒരു സീൻ. ആദ്യം നെപ്പോളിയനും ചിത്രയും. നെപ്പോളിയന് ശബ്ദം കൊടുത്തിരിക്കുന്ന അറിയാലോ, ഷമ്മി ചേട്ടനാണ്. ഒരുപാട് കാലമായിടി നീ ഒരു മോഹമായിട്ട് എൻ്റെ മനസ്സിൽ കയറിയിട്ട്. ആദ്യം നീലകണ്ഠൻ, പിന്നെ എൻ്റെ അമ്മാവൻ. ഇനി ഏഴിലക്കരയിൽ ആർക്കെങ്കിലും നീ പാവിരിക്കുന്നെങ്കിൽ അത് എനിക്ക് തന്നെ ആയിരിക്കണം. അതിനുള്ള യോഗ്യന് ഞാൻ തന്നെ ആടി. യോഗ്യത 10 ആളിന്റെ ബലവും ഇരുട്ടിന്റെ മറകുമില്ലാതെ നീലകണ്ഠന് ഒരു ചുക്കും ചെയ്യാൻ തനിക്കാവില്ല. അപ്പം നിർത്തടി, ചത്താലും തീരില്ല അവൻ്റെ മഹത്വം, അവൻ്റെ മരണം. എനിക്ക് വ്രതമാടി, വ്രതം. നേരെ പോകുന്ന മംഗലശ്ശേരിയിലാണ്. അവിടെ ലാലേട്ടൻ്റെ കയ്യൊക്കെ ഒടിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. വണ്ടി കൊണ്ട് നിർത്തുന്നു. ആള് ചാടി ഇറങ്ങിയിട്ട്, നീലകണ്ഠ നീ ചത്തിട്ടില്ല എന്നറിഞ്ഞപ്പോഴാ എനിക്ക് കൂടുതൽ സന്തോഷം. ലാലേട്ടൻ, ശേഖര, ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. ഇല്ലടാ, നീ അലങ്കോലമാക്കിയ അതേ ഉത്സവം ഇത്രയും പുരുഷാരവം നോക്കി നിൽക്കേ ഞാൻ നിന്നെ തല്ലാൻ പോവുക. പട്ടിയെ തല്ലുന്ന മാതിരി തിരിച്ച് കയ്യെങ്ങാനും ഉയർത്തിയാൽ പടക്കം കത്തുന്ന മാതിരി കത്തും. ഭയങ്കര ഹാപ്പി അല്ലേ? അടിപൊളി. എന്റെ മുഖം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, കണ്ടു കഴിഞ്ഞാൽ പുച്ഛം പോലെ തോന്നും. അത് എന്റെ മുഖം അങ്ങനെയാണ്. ഉള്ളി ഞാൻ ചിരിക്കാണ് കേട്ടാ. ഇനി ഇന്ത്യൻ റുപ്പിയിലെ തിലകന്റെ ആ സൗണ്ട് കൂടെ നമുക്കൊന്ന് കേട്ടാ കൊള്ളായിരുന്നു. ദശമൂലം പണിയെടുപ്പിക്കാണല്ലോ. ഇത് ആൾക്കാർ വിചാരിക്കും പറഞ്ഞു പറയിപ്പിച്ച് ചെയ്യുന്നതെന്ന്. ഓക്കെ, തിലകേട്ടന്റെ ആ മനസ്സെന്നൊക്കെ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. വിശന്ന് വലഞ്ഞു കയറി വന്ന എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോ വയറ് നിറച്ച് ആഹാരം തരാൻ കാണിച്ച പെണ്ണിന്റെ മനസ്സുണ്ടല്ലോ, അതാടോ. ഇനി മനസ്സൊന്നുകൂടെ ശ്രദ്ധിച്ചോ. വിശന്ന് വലഞ്ഞു കയറി വന്ന എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോ വയറ് നിറച്ച് ആഹാരം തരാൻ കാണിച്ച പെണ്ണിന്റെ മനസ്സുണ്ടല്ലോ, തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സ്ത്രീധനം. താങ്ക് യു. എന്റെ പൊന്ന് സുരേണ്ണ, ഒന്നും പറയല്ല, അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഇനി അടുത്ത എനിക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ DJ സെറ്റപ്പും കൂടെ എനിക്ക് ചെയ്യണം. കണ്ടിട്ട് നീ 10-20 ലക്ഷം രൂപയാണ് എന്റെ പ്രോഗ്രാം. ഇവിടെ കളിപ്പിച്ച് അതൊന്നും കുഴപ്പമില്ല, ഇവിടെ നമ്മൾ തരുമെന്ന്. ഇതെണ്ണം ചെയ്തിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി. ദശമൂലത്തിന്റെ ഒരു ആഗ്രഹമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. തള്ളേ, വേറെ ലെവല് ഒന്നും പറയില്ല. എന്തായാലും അണ്ണൻ വന്ന വഴി മറന്നില്ലല്ലോ, അത് എന്നെ വളരെ സന്തോഷം. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ